അവരുടെ പ്രതിനിധികളൊക്കെ കുറഞ്ഞ വാക്കുകൾ നമ്മോട് സംസാരിക്കും. എന്നോട് ആദ്യം സംസാരിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എഴുന്നേറ്റ് നിന്നതാണ്. ഇന്ന് ഉടപ്പറപ്പിനെ തിരിച്ചറിയാത്ത ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മതത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ ആകാൻ കഴിയില്ല. മക്കളെ, ഇവളുടെ അടുത്തൊന്ന് ഇരുന്നാല് മുതിർന്നവർ വരുമ്പോൾ നിങ്ങൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. ആജിക്കും കഴിയും. മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് തീവ്രവാദിയോ ഭീകരവാദിയോ ആകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഓ മുസ്ലിമീങ്ങളെ എന്നല്ല വിശുദ്ധ ഖുർആനിന്റെ അഭിസംബോധന, ഓ മനുഷ്യരെ എന്നാണ്. നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ നാം വിവിധങ്ങളാകുന്ന ഗോത്രങ്ങളും തറവാട്ടുകാരും വ്യത്യസ്ത തരങ്ങളിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലുമായി നിങ്ങളെ നാം മാറ്റിയത് എന്തിനാണെന്നറിയോ? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ തുടർന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിന്റെ അടുക്കൽ, ദൈവത്തിന്റെ അടുക്കൽ ഏറ്റവും സമീപസ്ഥനായിരിക്കുന്നത് ഹൃദയശുദ്ധി വരുത്തിയവനാണ്. ഒരു മുസൽമാൻ ഈ വ്രതശുദ്ധിയിൽ, വ്രതത്തിന്റെ നാളുകളിൽ കേവലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ മാത്രം ഒഴിവാക്കലല്ല, അവന്റെ മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളും അവന്റെ മനസ്സിൽ നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന് വലിച്ചെറിയാതെ അവന്റെ നോമ്പ് യഥാർത്ഥ നോമ്പാവുകയില്ല. എല്ലാ മതങ്ങളും ഇരുട്ടിൽ നിന്ന് വെളിച്ചമാണ് പഠിപ്പിക്കുന്നത്. അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ, ഇരുട്ടിൽ നിന്ന് യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനവും അതാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നത്. എല്ലാവർക്കും സമാധാനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളും അപ്രകാരം തന്നെയാണ്. ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരു യാചകൻ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു വരികയാണ്. ആ മനുഷ്യനോട് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പറഞ്ഞു, നീ മുസ്ലിമാണോ, അള്ളാഹുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ തീയിനെ ആരാധിക്കുന്ന അഗ്നി ആരാധകനാണ്. എങ്കിൽ നിനക്ക് ഭക്ഷണമില്ല എന്ന് തിരിച്ചയച്ചപ്പോൾ ഉടൻ ദിവ്യ സന്ദേശം ഇറങ്ങുകയാണ്. ഓ ഇബ്രാഹിം, അള്ളാഹു പറയുകയാണ്, ഓ ഇബ്രാഹിം, 40 വർഷമായി ഇടതടവില്ലാതെ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു. എന്നെ വിശ്വസിച്ചാലേ ഞാൻ നിനക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം നൽകുക എന്ന്. അതിനുശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ എപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും തനിച്ച് ഭക്ഷണം കഴിക്കില്ല. അതുമുതൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു തപസ്യയായി മാറ്റിയതാണ് ഭക്ഷണം തനിച്ച് കഴിക്കില്ല എന്ന്. ഭക്ഷണം പാകം ചെയ്ത് അങ്ങാടിയിൽ ഇറങ്ങും, ആരെങ്കിലും തന്റെ കൂടെ കഴിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങിയിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് കൂടെ ഇരുത്തി, മതം നോക്കാതെ ജാതി നോക്കാതെ തന്റെ കൂടെ ഭക്ഷണം കൊടുത്തുകൊണ്ടായിരുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. നാം ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മാനവികത ഉണർത്താനാണ് ഈ ഒരു സംഗമം നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ, ഒരു ചൈനിൽ തീർത്ത ചങ്ങലകളെ പോലെ ദൈവം തമ്പുരാൻ ജഗൻ നിയന്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവരും ഒരേ കുടുംബമാണ്. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞതുപോലെ ലോകമേ തറവാട്, ലോകം മുഴുവൻ നമ്മുടെ തറവാടാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തുനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പാതിരാത്രിയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് തന്റെ പ്രിയ പത്നിയെ സാക്ഷിയാക്കി പറയുകയാണ്, അല്ലയോ ആയിഷ, ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഒരു കുടുംബമാണെന്ന് ഇന്നത്തെ രാത്രി നിന്നെ സാക്ഷിയാക്കി ഞാൻ പറയട്ടെ എന്ന്. നാം എന്തിന്റെയോ ഏതിന്റെയോ പേരിൽ പരസ്പരം
കടിച്ചു കീറുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണെന്ന് എല്ലാ മതസ്ഥരും എല്ലാ രാജ്യങ്ങളും അഭിമാനം കൊള്ളുന്ന നമ്മുടെ ഇന്ത്യ പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരുണത്തിൽ ഈ സമയത്ത് ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ കേളോത്ത് ബദർ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി ഇത്തരത്തിലൊരു മാനവിക കൂട്ടായ്മയെ വിളിച്ചോതിക്കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് സംഘടിപ്പിച്ച ഈ ഇഫ്താർ വിരുന്ന് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, മാനിഷാദ എന്ന് പാടിയ വാൽമീകിയുടെ സന്ദേശമാണ്. രണ്ട് കൊക്കുകൾ പരസ്പരം ഇണചേരാനൊരുങ്ങി കൊക്കോട് ചേർത്ത് നിൽക്കുന്ന സമയത്ത് ജ്ഞാനത്തിൽ തപസ്സിലിരിക്കുന്ന അദ്ദേഹം വാൽമീകി തന്റെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുമെന്ന് ചിന്തിക്കാതെ ആ രണ്ട് ഇണക്കുരുവികൾ പരസ്പരം ഇണചേരാൻ ഒരുങ്ങുമ്പോൾ അതിനെ വേട്ടയാടാൻ വന്ന വേട്ടാളനോട് പറഞ്ഞു, മാനിഷാദ പ്രതിഷ്ഠാന്ത, അരുത് കാട്ടാള, ചെയ്തു പോകരുത് എന്ന് പറഞ്ഞ ആ ഒരു മാനവിക മൂല്യമാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ശവമഞ്ചയിൽ ഒരു ശവം കൊണ്ടുപോവുകയാണ്, മൃതശരീരം കൊണ്ടുപോവുകയാണ്. തന്റെ ശിഷ്യരോടൊപ്പം ഇരുന്ന പ്രവാചകർ ഉടൻ തന്നെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയും എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയും ചെയ്തു. സദസ്സിൽ നിന്ന് ആരോ പറഞ്ഞു, അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുടെ ശവമല്ല, മയ്യിത്തല്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിൽ കിടക്കുന്നത് ഒരു മനുഷ്യനാണ്, മനുഷ്യന്റെ ശവമാണ്. മനുഷ്യനായി കാണാൻ പരസ്പരം എല്ലാവരുടെ രക്തവും ഒരേ നിറമാണ്. എല്ലാവരെയും ഞാൻ നേരത്തെ പാരായണം ചെയ്തു വെച്ച പരിശുദ്ധ ഖുർആനിന്റെ സൂക്തം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം പടച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് ലോകം മുഴുവൻ ജനങ്ങൾ ഉണ്ടായത്. ഈ സമയത്ത് ഇന്നത്തെ വേദിയിലേക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരെ മാത്രമല്ല, വിവിധ തറവാട്ടുകാരെ മാത്രമല്ല, നമ്മുടെ സമീപത്തുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെയും അച്ഛനെ അടക്കം ഇതിലേക്ക് ക്ഷണിച്ചതായിരുന്നു. വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം നിരസിച്ചു. കാരണം ഇന്നലെ പെസഹ വ്യാഴവും ഇന്ന് ദുഃഖവെള്ളിയും അവർ ആചരിക്കുകയാണ്. ഏതായാലും അവർ സന്തോഷം, എല്ലാവിധ സന്തോഷങ്ങളും മംഗളങ്ങളും അറിയിച്ചിട്ടുണ്ട്. അവരെ പ്രതിനിധീകരിച്ച കാര്യം കൂടി ഞാൻ സമർപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട യേശു ക്രിസ്തു, നമ്മുടെ മതത്തിൽ ഈസ അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകർ നടന്നു പോകുമ്പോൾ ഒരു ചത്ത ആടിനെ കാണുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ശിഷ്യരോട് ചോദിക്കുകയാണ്, ഈ ആടിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യർ ഓരോരുത്തരും മൂക്കുപൊത്തി പലരും പലതും പറയാൻ വല്ലാതെ നാറുന്നു. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഈസ അലൈഹിസ്സലാം പറഞ്ഞു, ആ ആടിന്റെ പല്ല് എന്തൊരു ഭംഗി, ആ പല്ല് നല്ല വെളുത്ത നിറം എന്ന് പറഞ്ഞുകൊണ്ട് ആരിലുമുള്ള നന്മയാണ് നാം കണ്ടെത്തേണ്ടത്. ഈച്ച നമുക്കറിയാം ചെറിയ ജീവിയാണ്. ശരീരത്തിൽ എവിടെ മോശമായതുണ്ടോ അവിടെയാണ് ഈച്ച ചെന്നിരിക്കുക. അതുപോലെ ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും കൊതുകിന് എന്താണ് കൗതുകം? അവിടെ നല്ല പാല് കിട്ടും, പക്ഷേ കൊതുക് അവിടെ ചെന്നും രക്തമാണ് കുടിക്കുക. സമയം വൈകിയത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കാഹളങ്ങൾ ഇനിയും മുഴങ്ങട്ടെ എന്ന പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന ആളുകളെ ഒരിക്കൽ കൂടി എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. തൈരും